വ്യക്തിഗത മരണങ്ങളിൽ അവരുടെ പോളിസി ക്ലെയിമുകൾ സെറ്റിൽ ചെയ്ത നിരക്ക് LICക്ക് 98.47%. പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ കടുത്ത ബിസിനസ് തന്ത്രങ്ങളിലും LICയുടെ ഈ സാമ്പത്തിക വർഷത്തെ പ്രകടനം എന്താണെന്നറിയുമോ? രാജ്യത്ത് ഒരാൾ ആദ്യമായി തുടങ്ങുന്ന പോളിസിയുടെ മാത്രം കണക്കെടുത്താൽ ഈ വർഷം എല്ലാ കമ്പനികളും നേടിയ ആകെ ബിസിനസ് 73,600 കോടി വരുമെങ്കിൽ LIC ഒറ്റയ്ക്ക് നേടിയത് 1,15,500 കോടിയുടെ ബിസിനസ്സാണ്. അത്ര വേഗം തകർക്കാൻ പറ്റാത്ത തലമുറകൾ കൈമാറി വന്ന ഒരു വിശ്വാസത്തിന്റെ കരുത്ത്. മുംബൈ ആസ്ഥാനമായ ഈ പൊതുമേഖലാ സ്ഥാപനം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. 1956-ൽ രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയെ ദേശസാൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പാർലമെന്റ് നിയമം പാസാക്കുകയായിരുന്നു. ആളുകളുടെ ജീവിതം ഇൻഷുർ ചെയ്തിരിക്കുന്നത് വഴി LICയിലുള്ളത് 18 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യക്കാരുടെ ജീവന്റെ വില. ഇക്കാലത്തിനിടയിൽ എത്ര ലക്ഷം പേരുടെ മരണത്തിൽ അവരുടെ കുടുംബത്തിന് LIC താങ്ങായിരിക്കുന്നു? എത്ര പെൺകുട്ടികളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് LIC നിക്ഷേപം പ്രകാശം ചൊരിഞ്ഞിരിക്കുന്നു? എത്ര സംരംഭകർക്ക് പുതിയ ബിസിനസ് തുടങ്ങാനുള്ള മൂലധനമായിരിക്കുന്നു? എത്ര പേരുടെ വീടെന്ന സ്വപ്നത്തിന് 3 അക്ഷരത്തിൽ ചുരുക്കെഴുത്തുള്ള ഈ സാമ്പത്തിക സ്ഥാപനം പ്രതീക്ഷയായിരിക്കുന്നു? ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും കരുതലായി നിൽക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും പോളിസി എടുക്കുന്നത്. ഉറുമ്പ് സ്വരുക്കൂട്ടുന്ന പോലെ മിച്ചം പിടിച്ച ചില്ലറക്കാശാണ് ഓരോ പ്രീമിയവും. കുടുംബത്തിന്റെ ആഗ്രഹങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചിടത്താണ് പോളിസി എടുക്കാനുള്ള തീരുമാനം ജനിക്കുന്നത്. അതിൻ്റെ വിലയറിയുന്ന, ബിസിനസ്സിനപ്പുറം മനുഷ്യനെ വിലവെക്കുന്ന, മനുഷ്യപ്പറ്റുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ ഈ രാജ്യത്തിന് വേണം. കാരണം പണം ഇരട്ടിപ്പിക്കാനല്ല, പകുതി വെച്ച് പിരിയേണ്ടി വന്നാൽ കുടുംബത്തുള്ളവർ പ്രാരാബ്ധത്തിൽപ്പെടാതിരിക്കാൻ എടുക്കുന്ന ഒരു സാമ്പത്തിക പരിചയമാണ് പോളിസികൾ. അത് മാന്യമായും അല്ലലില്ലാതെയും കുടുംബത്തെത്തണം. അതിന് ഈ നാടിൻ്റെ ആത്മാവറിഞ്ഞ കമ്പനി തലയെടുപ്പോടെ നിൽക്കട്ടെ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് LICക്ക് എല്ലാ ഭാവുകങ്ങളും. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇവിടെ പൂർത്തിയാകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് channeliam.com. കൂടുതൽ വാർത്തകൾക്കായി channeliam.com സബ്സ്ക്രൈബ് ചെയ്യുക.